സംസ്ഥാനത്ത് മഴക്കെടുതി രൂക്ഷം. കണ്ണൂരിലും വയനാട്ടിലും റെഡ് അലേർട്ടും മറ്റ് ജില്ലകളിൽ ഓറഞ്ച് അലേർട്ടും തുടരുന്നു. കോഴിക്കോടും പാലക്കാടും കനത്ത മഴയിൽ വീട് തകർന്നു വീണു. വയനാട്ടിൽ വെള്ളക്കെട്ടിൽ കുടുങ്ങിയ കുടുംബത്തെ JCB ഉപയോഗിച്ച് രക്ഷിച്ചു. മലപ്പുറത്ത് 46 വീടുകൾ ഭാഗികമായി തകർന്നു. പലയിടങ്ങളിലും വീടുകളിൽ വെള്ളം കയറി. കണ്ണൂർ പാനൂരിൽ സ്കൂൾ ബസ് വെള്ളക്കെട്ടിൽ കുടുങ്ങി. മലപ്പുറത്ത് നിന്ന് അഷ്കർ അലി, കണ്ണൂരിൽ നിന്ന് അർജുൻ കല്യാട്, കോഴിക്കോട് നിന്ന് സാനിയോ മനോമി, കൊച്ചിയിൽ നിന്ന് അഞ്ജലി ശ്രീജിതാരാജ്, വയനാട് നിന്ന് ദീപക് മോഹൻ എന്നിവർ ചേരുന്നുണ്ട്. ആദ്യം മലപ്പുറത്തേക്കാണ്. അഷ്കർ അലിയോടാണ്. അഷ്കർ, എന്താണ് മലപ്പുറത്തെ ഒരു മഴ സാഹചര്യം? മഴ കനക്കുകയാണോ? റോഷ്നി, മലപ്പുറത്ത് ജില്ലയിൽ മലയോര മേഖലകളിൽ ഇപ്പോൾ ശക്തമായി മഴ തുടരുന്നൊരു സാഹചര്യമാണുള്ളത്. ജില്ലയിൽ ഉടനീളം തന്നെ മഴയുടെ പ്രശ്നങ്ങൾ ഇപ്പോൾ തുടർച്ചയായി റിപ്പോർട്ട് ചെയ്യപ്പെടുന്നുണ്ട്. ഇന്നലെ രാത്രിക്ക് ശേഷം ഇന്നലെ ഉച്ചവരെയൊക്കെ വലിയൊരു ആശ്വാസം ജില്ലയിൽ ഉണ്ടായിരുന്നെങ്കിൽ ഇന്നലെ രാത്രിയിലും പിന്നീട് ഇന്ന് രാവിലെയുമായി തുടർച്ചയായി മഴ ചെയ്തതോടെ പല പ്രശ്നങ്ങളും തുടർച്ചയായി റിപ്പോർട്ട് ചെയ്യപ്പെടുന്ന ഒരു സാഹചര്യം. പ്രത്യേകിച്ച് ഇന്ന് തിരൂരങ്ങാടിയിൽ 15ഓളം വീടുകളിലേക്ക് വെള്ളം കയറുന്ന സാഹചര്യമുണ്ടായി. അന്തർ സംസ്ഥാന പാതയായിട്ടുള്ള നാടുകാണി ചുരത്തിൽ കേരളത്തെയും തമിഴ്നാടെയും ബന്ധിപ്പിക്കുന്ന പ്രധാന പാതയാണ് നാടുകാണി ചുരത്തിൽ മരം വീണ് റോഡ് ഗതാഗതം തന്നെ തടസ്സപ്പെടുന്ന സാഹചര്യമുണ്ടായി. അതുപോലെ തന്നെ എടവണ്ണയിൽ ഒരു വീടിന് മുകളിലേക്ക് മണ്ണിടിച്ചിലുണ്ടാവുകയും ആ കനത്ത മഴയിൽ ആ വീട് തന്നെ പൂർണ്ണമായും തകരുകയും ചെയ്യുന്ന സാഹചര്യമുണ്ടായി. ഈ സമയത്ത് ആ വീട്ടിലുണ്ടായിരുന്ന മറ്റൊരു വീട്ടിലേക്ക് മാറിയത് കൊണ്ട് മാത്രമാണ് വലിയൊരു ദുരന്തം ഒഴിവായത്. സമാനമായ രീതിയിൽ തന്നെ മലപ്പുറം ചട്ടിപ്പറമ്പ് കുറുവ വഴിയുള്ള കാടാമ്പുഴ റോഡ്, ഈ കാടാമ്പുഴ റോഡിൽ പുഴവള്ളൂർ എന്ന് പറയുന്ന സ്ഥലത്തും വലിയ തോതിൽ റോഡിലേക്ക് മണ്ണിടിച്ചിലുണ്ടാകുന്ന ഒരു സാഹചര്യമുണ്ടായി. പാറയും മരവും കല്ലുമൊക്കെ ഒരുമിച്ച് റോഡിലേക്ക് പെട്ടെന്ന് അപ്രതീക്ഷിതമായി ഇടിഞ്ഞു വരുന്നൊരു സാഹചര്യമാണ് ഉണ്ടായത്. അതുവഴി കടന്നു പോകുന്ന ഒരു ഇരുചക്ര വാഹനത്തിന്റെ മുകളിലേക്കായിരുന്നു ഈ മണ്ണ് വന്ന് പതിച്ചത്. ഈ യാത്രക്കാരൻ ഇരുചക്ര വാഹനം ഉപേക്ഷിച്ച് ഓടി മാറിയത് കൊണ്ട് മാത്രമാണ് ആളുടെ ജീവൻ രക്ഷിക്കാനായത്. ഈ കല്ലും മണ്ണും മരവും ഒക്കെ തന്നെ ഈ വാഹനത്തിന്റെ മുകളിലേക്ക് വന്ന് വീഴുന്ന ഒരു സാഹചര്യമുണ്ടായി. ഈ സമയത്ത് ഇപ്പോൾ അല്പസമയമായി കഴിഞ്ഞ ഒരു മണിക്കൂറിലധികം സമയമായി ഇപ്പോൾ ജില്ലയിലെ പുഴകളിലെ ജലനിരപ്പൊക്കെ ഉയർന്ന സാഹചര്യമാണ്. ചാലിയാറിലും അതുപോലെ തന്നെ ചാലിയാറിന്റെ മറ്റ് കൈവഴികളിലുമൊക്കെ തന്നെ വലിയ തോതിൽ ജലനിരപ്പ് ഉയരുന്നുണ്ട്. പുന്നപ്പുഴയിൽ ജലനിരപ്പ് ഉയർന്നതോടെ മുപ്പിനി പാലം വള്ളത്തിൽ മുങ്ങുന്നൊരു സാഹചര്യമാണ്. മുപ്പിനി പാലത്തിന്റെ മുകളിലൂടെയാണ് ഇപ്പോൾ വെള്ളം ഒഴുകുന്നത്. സ്വാഭാവികമായി കരളായി ഉൾപ്പെടെയുള്ള കാളികാവ് ഉൾപ്പെടെയുള്ള പല പ്രദേശങ്ങളിലേക്കും വളരെ അധികം ആളുകൾ ആശ്രയിക്കുന്ന പ്രധാനപ്പെട്ട ഒരു റോഡാണ് ഇപ്പോൾ വെള്ളത്തിൽ മുങ്ങിയിരിക്കുന്നത്. സമാനമായ രീതിയിൽ തന്നെ ജില്ലയിൽ ഉടനീളം തന്നെ ഇത്തരത്തിൽ മഴ പ്രശ്നങ്ങൾ തുടർച്ചയായി റിപ്പോർട്ട് ചെയ്യപ്പെടുന്നു. വ്യാപകമായ മണ്ണിടിച്ചിലും അതുപോലെ തന്നെ മരം വീഴ്ചയുമാണ് റിപ്പോർട്ട് ചെയ്യുന്നത്. അതിനോടൊപ്പം തന്നെ നാടുകാണി ഒരു ചുരത്തിൽ കേരള അതിർത്തിയോട് ചേർന്നുകൊണ്ട് തന്നെ റോഡിൽ വലിയ തോതിൽ വിള്ളൽ കണ്ടെത്തുന്ന സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. സമാനമായ രീതിയിൽ തന്നെ കൊണ്ടോട്ടിയിലും കുന്ന് വിണ്ട് കീറിയ രീതിയിൽ കാണപ്പെട്ട് ഇവിടെയുള്ള ആളുകളൊക്കെ മാറ്റി പാർപ്പിക്കുകയും ചെയ്തിട്ടുണ്ട്. തുടർച്ചയായി ഇത്തരത്തിൽ മലയിടിച്ചിലുകളും അതുപോലെ തന്നെ മരം കടപൊഴുകി വീഴുന്നതുമാണ് ആശങ്ക തുടർച്ചയായി ഉണ്ടാക്കുന്നത്. എന്തായാലും കഴിഞ്ഞ മഴയ്ക്കിടയിൽ ഈ ഒരു 2 ദിവസത്തെ മഴയ്ക്കിടയിൽ മാത്രമായി ജില്ലയിൽ 46ഓളം വീടുകളാണ് ഭാഗികമായും പൂർണ്ണമായും ഒക്കെ തകർന്നിരിക്കുന്നത്. റോഷ്നി, ശരി. അഷ്കർ അലിയാണ് മലപ്പുറത്ത് നിന്ന് വിവരങ്ങൾ നൽകിയത്. ഇനി കണ്ണൂരിലെ മഴ വിവരങ്ങളിലേക്കാണ്. അർജുൻ കല്യാട് ചേരുന്നുണ്ട്. അർജുൻ, കണ്ണൂർ റെഡ് അലേർട്ട് ആണ്. എന്താണ് അവിടുത്തെ ഒരു സ്ഥിതി? റോഷ്നി, എന്തായാലും മഴ ശക്തമായി തന്നെ കണ്ണൂരിൽ പെയ്യുകയാണ്. മലയോര മേഖലയെന്നോ നഗരമേഖലയെന്നോ ഗ്രാമപ്രദേശങ്ങളെന്നോ എന്ന വ്യത്യാസങ്ങളൊന്നും തന്നെയില്ല. ഇടവിട്ട് വളരെ ശക്തമായ തോതിൽ തന്നെ മഴ പെയ്തുകൊണ്ടിരിക്കുകയാണ്. എന്തായാലും ഏറ്റവും പ്രധാനമായിട്ടുള്ളത് ജില്ലയിൽ റെഡ് അലേർട്ടാണ്. ജാഗ്രതാ നിർദ്ദേശം എല്ലാവരും പുലർത്തണമെന്നുള്ള കാര്യം ജില്ലാ ഭരണകൂടം അറിയിപ്പ് നൽകുന്നുണ്ട്. എന്തായാലും ഏറ്റവും പ്രധാനമായിട്ടുള്ള കാര്യം, ഇപ്പോൾ ഏറ്റവും പുതുതായി നമുക്ക് ലഭിക്കുന്ന ഒരു പ്രധാനപ്പെട്ട ദൃശ്യം എന്ന് പറയുന്നത് കണ്ണൂർ പാനൂരിലുള്ള PR മെമ്മോറിയൽ ഹയർ സെക്കൻഡറി സ്കൂളിലെ സ്കൂൾ വാൻ കുട്ടികളുമായി ഇത്തരത്തിൽ വെള്ളക്കെട്ടിലൂടെ കടന്നു പോകാൻ വേണ്ടി ശ്രമിക്കുന്നതിനിടയിൽ വാഹനം വെള്ളക്കെട്ടിൽ കുടുങ്ങുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. കുട്ടികളെല്ലാം തന്നെ ആ വാഹനത്തിലുണ്ടായിരുന്നു. പരമാവധി പേരെ അവിടെ നിന്നും ഈ വാഹനത്തിൽ നിന്നും മാറ്റുകയും ബാക്കിയുള്ള കുട്ടികളുമായി ഈ വാഹനം കുടുങ്ങിയത് കൊണ്ട് തന്നെ വാഹനം തള്ളി നീക്കി മുന്നോട്ട് കൊണ്ടുപോകുന്ന ഒരു സാഹചര്യവുമാണ് ഉണ്ടായിട്ടുള്ളത്. എന്തായാലും അതീവ ഗുരുതരമായിട്ടുള്ള സാഹചര്യമാണ്. ഇത്തരത്തിലുള്ള കാര്യങ്ങളിൽ പലപ്പോഴായിട്ടും ഇത്തരത്തിൽ വാഹനത്തിൽ ഓടിക്കുന്ന ഡ്രൈവർമാർ ഉൾപ്പെടെയുള്ളവർ വേണ്ടത്ര തോതിലുള്ള ഒരു മുൻകരുതലോട് കൂടിയല്ല കാര്യങ്ങൾ സമീപിക്കുന്നത് എന്നുള്ളതാണ് ഇത്തരം ദൃശ്യങ്ങളെല്ലാം തന്നെ പുറത്തേക്ക് വരുന്ന ഘട്ടത്തിൽ പറയാനുള്ളത്. പ്രത്യേകിച്ച് സ്കൂൾ കുട്ടികളുമായിട്ടൊക്കെ പോകുന്ന ഘട്ടത്തിൽ വലിയ തോതിലൊരു ജാഗ്രതയോടുകൂടി തന്നെ വേണം കാര്യങ്ങൾ കൈകാര്യം ചെയ്യുക. എന്നാൽ PR മെമ്മോറിയൽ സ്മാരക ഹയർ സെക്കൻഡറി സ്കൂളിലെ പാനൂരിലുള്ള സ്കൂളിലെ ഡ്രൈവർ ഈ വിഷയത്തിൽ കൈകാര്യം ചെയ്ത് അത്രത്തോളം ജാഗ്രതയോടെ അല്ല എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത്. ജില്ലയിൽ മറ്റിടങ്ങളിലുമെല്ലാം തന്നെ സമാനമായ രീതിയിൽ തന്നെ നിരവധിയായിട്ടുള്ള
പ്രശ്നങ്ങൾ റിപ്പോർട്ട് ചെയ്യപ്പെടുന്നുണ്ട്. ഇന്ന് രാവിലെ തന്നെ ഒരു മതിലിടിഞ്ഞു വീണ് അഞ്ചരക്കണ്ടിയിലുള്ള അഞ്ചരക്കണ്ടി ടൗൺ ജുമാ മസ്ജിദിൻ്റെ മതിലിടിഞ്ഞു വീണ് കുട്ടികൾ അത്ഭുതകരമായി തന്നെയാണ് രക്ഷപ്പെട്ടത്. തലനാരിഴക്കാണ് അതുവഴി നടന്നു പോവുകയായിരുന്ന കുട്ടികൾ രക്ഷപ്പെടുന്ന ഒരു സാഹചര്യം ഉണ്ടായിട്ടുള്ളത്. മലയോര മേഖലയിൽ വലിയ തോതിലുള്ള വെള്ളക്കെട്ട് പലയിടങ്ങളിലും പിന്നെ നമുക്ക് ദൃശ്യങ്ങൾ ലഭ്യമാകുന്നുണ്ട്. നമ്മളിപ്പോൾ നിൽക്കുന്ന അഞ്ചരക്കണ്ടിയിലാണ്. അഞ്ചരക്കണ്ടിയിൽ നിന്നും തലശ്ശേരിയൊക്കെ പോകുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു പാതയാണ്. ഇവിടെയും ഇപ്പോൾ ഇങ്ങനെ വെള്ളക്കെട്ട് രൂപപ്പെടുകയാണ്. നമുക്ക് ദൃശ്യങ്ങൾ ദൂരെ നമുക്ക് കാണാൻ വേണ്ടി കഴിയും. ഇത്ര വെള്ളക്കെട്ടിൽ വാഹനങ്ങൾ കുടുങ്ങുന്നത് പതിവായിട്ടുള്ളൊരു സംഭവമായി മാറുകയാണ്. കാരണം വാഹനങ്ങൾ ഇത്തരത്തിൽ വെള്ളക്കെട്ടിലൂടെ സഞ്ചരിക്കുന്ന ഘട്ടത്തിൽ വലിയ തോതിൽ ആ വാഹനത്തിനകത്തേക്ക് വെള്ളം കയറുകയും അങ്ങനെ വാഹനം ഈ വെള്ളക്കെട്ടിൽ കുടുങ്ങി നിൽക്കുന്ന ഒരു സാഹചര്യവുമാണുള്ളത്. പരമാവധി ഇത്തരത്തിലുള്ള വെള്ളക്കെട്ടുകളിലേക്ക് ഇറങ്ങാതിരിക്കുക അല്ലെങ്കിൽ അത്തരത്തിൽ വാഹനം കൊണ്ട് പോവാതിരിക്കുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനമായി ജാഗ്രതയോടുകൂടി കാണുന്നത്. നമുക്ക് സ്കൂൾ വാഹനം ഉൾപ്പെടെ ഇങ്ങനെ കുട്ടികളൊക്കെ ആയി കുട്ടികൾക്കൊക്കെ വെള്ളമെന്നൊക്കെ കാണുമ്പോൾ ചെറിയ ആവേശമാണെങ്കിലും അതിനകത്തുള്ള ഡ്രൈവർമാർ കൃത്യമായ തോതിലുള്ള ഒരു സുരക്ഷാപരമായിട്ടുള്ള കാര്യങ്ങൾ ഇടപെടൽ നടത്തുന്നില്ല എന്നുള്ളതാണ് ഇത്തരം ദൃശ്യങ്ങളിലൂടെ എല്ലാം തന്നെ വ്യക്തമാക്കുകയും ചെയ്യുന്നത്. എന്തായാലും കണ്ണൂരിൽ ഇപ്പോൾ റെഡ് അലർട്ടാണ്. അതിശക്തമായ തോതിൽ മഴ ഇപ്പോഴും പെയ്തുകൊണ്ടിരിക്കുന്നു. ഗ്രാമപ്രദേശമെന്നോ മലയോരമെന്നോ വ്യത്യാസമില്ലാതെ എല്ലായിടത്തും ശക്തമായ തോതിൽ തന്നെ മഴ പെയ്യുകയാണ്. അല്പസമയം ഒരു മണിക്കൂർ മുമ്പ് പലയിടങ്ങളിലും ചെറിയ തോതിൽ വെയിലൊക്കെ വന്നിരുന്നുവെങ്കിൽ കൂടിയും ഇപ്പോൾ വീണ്ടും മഴ ശക്തിപ്പെടുന്ന ഒരു സാഹചര്യമാണുള്ളത്. പല പ്രദേശങ്ങളിൽ വീടുകളിൽ ഉൾപ്പെടെ വെള്ളം കയറുന്ന സാഹചര്യമുണ്ട്. നേരത്തെ മട്ടന്നൂർ മണ്ണൂർ മേഖലയിൽ ആ മണ്ണൂരിൽ നിന്നും ഇരിക്കൂറിലേക്ക് പോകുന്ന മരുതാഴി നായിക്കാലി പ്രദേശത്ത് റോഡ് തന്നെ പുഴയിലേക്ക് ഇടിഞ്ഞു വീഴുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടായിരുന്നത്. ശരി അർജുൻ, എന്തായാലും ഇനി കോഴിക്കോട്ടേക്കാണ്. കോഴിക്കോട് സാനിയോ മനോമി ചേരുന്നുണ്ട്. സാനിയോ, സമീപത്തെ 2 ജില്ലകളിൽ കണ്ണൂരും വയനാടും മഴ കനക്കുകയാണ്. എന്താണ് കോഴിക്കോട്ടെ അവസ്ഥ? നമ്മുടെ യൂട്യൂബിൽ തത്സമയം ചേരുന്ന പ്രേക്ഷകർ പറയുന്നുണ്ട് കോഴിക്കോട് നല്ല മഴയുണ്ടെന്ന്. എന്താണ് സാഹചര്യം? അപകട സാഹചര്യങ്ങൾ വല്ലതുമുണ്ടോ? രോഷ്നി, കോഴിക്കോട് ഓറഞ്ച് അലേർട്ടാണ്. പക്ഷേ നല്ല മഴ പെയ്യുന്നുണ്ട്. ഈ നേരത്തെ അർജുൻ പറഞ്ഞതുപോലെ നഗര ഗ്രാമ വ്യത്യാസങ്ങളോ അല്ലെങ്കിൽ മലയോര മേഖല എന്നുള്ള വ്യത്യാസമോ ഒന്നുമില്ലാതെ നല്ല മഴ പെയ്തുകൊണ്ടിരിക്കുകയാണ്. ചില സമയങ്ങളിൽ മഴ അങ്ങ് തോരും, പക്ഷേ പിന്നീട് വീണ്ടും അതിശക്തമായ തോതിൽ മഴ പെയ്യുന്നു. ഇന്നിപ്പോൾ പുതിയതായി വന്നൊരു വാർത്ത എന്ന് പറയുന്നത് കക്കയം ഡാമിൽ ബ്ലൂ അലേർട്ട് പ്രഖ്യാപിച്ചു എന്നുള്ളതാണ്. അതായത് ശക്തമായ മഴയിൽ ജലനിരപ്പ് ഉയർന്നതിനാലാണ് ബ്ലൂ അലേർട്ട് പ്രഖ്യാപിച്ചിരിക്കുന്നത്. ഏത് നിമിഷവും കക്കയം ഡാം തുറന്നുവിടാനുള്ള സാധ്യതയുണ്ട് എന്നും അധികൃതർ അറിയിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഡാമിൻ്റെ കൈവഴിക്ക് ഇരുവശവും താമസിക്കുന്ന ആളുകളെല്ലാം ജാഗ്രത പുലർത്തണമെന്നാണ് നിർദ്ദേശം വന്നിരിക്കുന്നത്. കൂടാതെ എല്ലാ പുഴകളെല്ലാം കരകവിഞ്ഞൊഴുകുന്ന സാഹചര്യവും നിറഞ്ഞൊഴുകുന്ന സാഹചര്യവുമുണ്ട്. അതുകൊണ്ട് തന്നെ പുഴയോരത്തൊക്കെ താമസിക്കുന്ന ആളുകൾ ജാഗ്രത പുലർത്തേണ്ടതുണ്ട്. മാത്രവുമല്ല, ഇതുവരെ 35 കുടുംബങ്ങളെ താമസിച്ചതായാണ് മറ്റിടങ്ങളിലേക്ക് മാറ്റി താമസിപ്പിച്ചതായാണ് ഔദ്യോഗികമായ കണക്ക് വന്നിരിക്കുന്നത്. ഇന്നത്തെ കണക്ക് കൂടി വരാനുണ്ട്. അത് വൈകുന്നേരം മാത്രമേ കിട്ടുകയുള്ളൂ എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. എടവണ്ണ കൊയിലാണ്ടി സംസ്ഥാന പാതയിൽ വ്യാപകമായി മണ്ണിടിച്ചിൽ ഉണ്ടാകുന്നുണ്ട്. അവിടെ പെട്രോൾ പമ്പിനായി സ്ഥലമെടുത്ത ഒരു പ്രദേശത്താണ്. അവിടെ കുന്നിടിക്കൽ വ്യാപകമായിരുന്നു. നേരത്തെ തന്നെ പരാതിയുള്ളൊരു സ്ഥലമായിരുന്നു. അവിടെ ഇപ്പോൾ വ്യാപകമായി മണ്ണിടിച്ചിൽ അനുഭവപ്പെടുകയാണ്. അതിന് ദൃശ്യങ്ങളടക്കം വരുന്നുമുണ്ട്. വിഷ്ണുമംഗലം ബണ്ടടക്കം നിറഞ്ഞു കവിഞ്ഞൊഴുകുന്നതോടുകൂടി ചെക്യാട് പഞ്ചായത്തിലെ മുഴുവൻ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും അവധി നൽകിയിട്ടുമുണ്ട്. ശരി, സാനിയോ മനോമിയാണ് വിവരങ്ങൾ നൽകിയത്. പ്രേക്ഷകർ പറയുന്നുണ്ട് മലപ്പുറത്തും കനത്ത മഴയുണ്ട്. ഉസ്മാൻ എന്ന പ്രേക്ഷകരാണ് പ്രതികരിക്കുന്നത്. കൊച്ചിയുടെ സ്ഥിതി എന്താണെന്ന് നോക്കാം. അഞ്ജലി ശ്രീജിതാരാജ് ചേരുന്നുണ്ട്. അഞ്ജലി, കൊച്ചിയിൽ എന്താണ് അവസ്ഥ? മഴയുണ്ടോ? രോഷ്നി, കൊച്ചിയിൽ എറണാകുളം ജില്ലയിൽ ഇടവിട്ട് പെയ്യുന്ന മഴയാണ്. അതായത് കുറച്ചു സമയം നല്ല ശക്തമായ മഴയാണെങ്കിൽ കുറേ നേരം മഴയില്ലാത്തൊരവസ്ഥയാണ്. അതിനാൽ തന്നെ വെള്ളം വലിഞ്ഞു പോകുന്ന ഒരു സാഹചര്യം ഇപ്പോൾ കൊച്ചിയിൽ നിലവിലുണ്ട്. ഇവിടെ കോതമംഗലം കുട്ടൻപുഴയിൽ ആന ഒഴുക്കിൽപ്പെട്ടിട്ടുണ്ട്. പൂയംകുട്ടി പുഴയിലൂടെ ഭൂതത്താൻകെട്ട് ഡാമിലേക്കാണ് ആന ഇത്തരത്തിൽ ഒഴുകിപ്പോയത്. കൂടാതെ മഴയിൽ പെരുമ്പാവൂരിൽ രായമംഗലത്ത് കുഞ്ഞുമോന്റെ വീട്ടിലെ കിണർ ഇടിഞ്ഞു വീണു. കിണറിന്റെ ഒരു ഭാഗമാണ് ഇടിഞ്ഞു പോയത്. ആൾമറ പൂർണ്ണമായും കിണറിലേക്ക് പതിച്ചൊരു സാഹചര്യമാണുള്ളത്. കൂടാതെ ഈ നഗരപ്രദേശങ്ങളിലൊന്നും വലിയ പ്രശ്നമില്ലെങ്കിലും തീരപ്രദേശങ്ങൾ, അതായത് എടവനക്കാട് ഉൾപ്പെടെയുള്ള പ്രദേശങ്ങളിൽ ശക്തമായി കടൽക്ഷോഭമുണ്ട്. അതായത് തീരപ്രദേശത്തുള്ള 6 വീടുകളിലോളം വെള്ളം കയറുന്ന ഒരു സാഹചര്യമാണ്. കൂടാതെ ഈ രീതിയിൽ തീരത്ത് നിന്നും 1 കിലോമീറ്റർ അപ്പുറത്തേക്ക് വെള്ളം ഒഴുകി ഇരച്ചു കയറുന്ന ഒരു സാഹചര്യം കൂടിയുണ്ട്. തീരപ്രദേശത്തുള്ളവർ ജാഗ്രത പാലിക്കണമെന്നുള്ള ഒരു നിർദ്ദേശം കൂടിയാണ് മുന്നോട്ട് വെക്കാനുള്ളത്. കൂടാതെ മലങ്കര ഡാമിലെ എല്ലാ ഷട്ടറുകളും 50
സെന്റിമീറ്റർ വീതം ഉയർത്തിയിരിക്കുകയാണ്. അതായത് ജലം ഒഴുക്കി പോകാനായിട്ട് 50 മീറ്ററോളം ഷട്ടർ ഉയർത്തിയിട്ടുണ്ട്. കൂടാതെ മൂവാറ്റുപുഴ, തൊടുപുഴ ആറുകളുടെ തീരത്തുള്ളവർ ജാഗ്രത പാലിക്കണമെന്നുള്ള മുന്നറിയിപ്പും വരുന്നുണ്ട്. വലിയൊരു ആശങ്കയില്ലെങ്കിലും മഴ കൂടുതൽ, അതായത് ഇത്തരത്തിലുള്ള ഒരു കാലാവസ്ഥ നിലനിൽക്കുന്നതിനാൽ ഏത് സമയവും ശക്തമായ മഴ ഉണ്ടാകുമെന്ന് തന്നെയാണ് ഇപ്പോൾ നമുക്ക് പ്രതീക്ഷിക്കാൻ കഴിയുന്നത്. അതുകൊണ്ട് തന്നെ തീരപ്രദേശം, പെരിയാറിന്റെ തീരത്തുള്ളവരെല്ലാം ജാഗ്രത പാലിക്കണം. കഴിഞ്ഞ ദിവസങ്ങളിലും ഇത്തരത്തിൽ ഭൂതത്താൻകെട്ടിന്റെ ഷട്ടറുകളൊക്കെ ഉയർത്തിയത് കൊണ്ട് തന്നെ പെരിയാറിന് തീരത്തുള്ളവരെല്ലാം ജാഗ്രത പാലിക്കണമെന്നുള്ള നിർദ്ദേശം ജില്ലാ ഭരണകൂടം മുന്നോട്ട് വെച്ചിട്ടുണ്ട്. ജില്ലയിൽ ഇപ്പോൾ ഓറഞ്ച് അലേർട്ടാണ്. കൂടുതൽ വലിയ പ്രതിസന്ധി അല്ലെങ്കിൽ മഴയുമായി ബന്ധപ്പെട്ടുള്ള കെടുതികളൊന്നും ഇപ്പോൾ കണ്ടുവരുന്നില്ല. ശരി, കൊച്ചിയിൽ നിന്ന് അഞ്ജലി ശ്രീജിത രാജാണ് വിവരങ്ങൾ നൽകിയത്. ഇനി വയനാട്ടേക്കാണ്. വയനാട് ദീപക് മോഹൻ ചേരുന്നുണ്ട്. ദീപക്, രാവിലെ മുതൽ വയനാട് കനത്ത മഴയാണ്. ആളുകളെ മാറ്റിപ്പാർപ്പിക്കുന്നതിന്റെ ദൃശ്യങ്ങൾ അടക്കം വാർത്തകൾ വരുന്നതാണ്. വയനാട് എന്താണ് അവസ്ഥ? ഇപ്പോഴും കനത്ത മഴയുണ്ടോ? റോഷ്നി, വയനാട്ടിൽ രാവിലെ മുതൽ കനത്ത മഴയാണ്. എന്നാൽ ഇപ്പോൾ മഴ അല്പം മാറി നിൽക്കുന്നത് ചെറിയ ഒരു ആശ്വാസം നൽകുന്നുണ്ട്. മലയോര മേഖലകളിലെല്ലാം തന്നെ കനത്ത മഴയുണ്ട്. റെഡ് അലർട്ടാണ്. ഈ വയനാട്ടിലെ 2 ഡാമുകളായ ബാണാസുര, കാരാപ്പുഴ ഡാമുകളുടെ വൃഷ്ടിപ്രദേശത്ത് കനത്ത മഴ ലഭിക്കുന്നുണ്ട്. പക്ഷേ ഡാമിലെ ജലനിരപ്പ് ഉയർന്നതിൽ ആശങ്കപ്പെടേണ്ട സാഹചര്യമില്ലെന്നാണ് ജില്ലാ ഭരണകൂടം അറിയിച്ചിട്ടുള്ളത്. മാത്രമല്ല, വയനാട്ടിൽ പലയിടങ്ങളിലും ഈ ദുരന്ത നിവാരണ സേന ക്യാമ്പ് ചെയ്യുന്നുണ്ട്. അടിയന്തര സാഹചര്യങ്ങളിൽ ഇടപെടൽ നടത്താനായാണ് ഇത്തരത്തിൽ ഈ ദുരന്ത നിവാരണ സേന ക്യാമ്പ് ചെയ്യുന്നതും. ഒപ്പം കൺട്രോൾ റൂമുകളും തുറന്നിട്ടുണ്ട്. വയനാട്ടിൽ ഇതുവരെ 340ഓളം ആളുകൾ ഇപ്പോൾ ക്യാമ്പിലേക്ക് മാറിയിട്ടുണ്ട്. ഏകദേശം 15ഓളം ക്യാമ്പുകളാണ് ഇപ്പോൾ വയനാട്ടിൽ തുറന്നിട്ടുള്ളത്. നിരവധി ആദിവാസി നഗറിൽ ഉൾപ്പെട്ട മേഖലകളിലെല്ലാം തന്നെ വെള്ളപ്പൊക്ക ഭീഷണിയിലാണ്. ഏക്കർ കണക്കിന് കൃഷിയിടങ്ങൾ ഇപ്പോൾ വെള്ളത്തിനടിയിലാണ്. മാത്രമല്ല, ഈ ചില ഭാഗങ്ങളിൽ കിണർ ഇടിയുന്ന തരത്തിലുള്ള ചില പ്രത്യേക സംഭവങ്ങൾ നടന്നിട്ടുണ്ടെങ്കിൽ പോലും അവിടെയെല്ലാം ആളുകൾ ഇപ്പോൾ അവിടെ നിന്ന് ക്യാമ്പിലേക്ക് മാറ്റിയിട്ടുണ്ട്. വയനാട് പനമരം മാധവത്തുപയിൽ കോളനിയിൽ രാവിലെ ആളുകൾ ഒറ്റപ്പെടുന്ന ഒരു അവസ്ഥയുണ്ടായിരുന്നു. പിന്നീട് ഉദ്യോഗസ്ഥരെത്തി ഇപ്പോൾ അവരെ അഞ്ചുകുന്ന് സ്കൂളിലെ ക്യാമ്പിലേക്ക് മാറ്റിയിട്ടുണ്ട്. അഞ്ചുകുന്നിനടുത്തുള്ള വെള്ളരിവയൽ, മൊട്ടമ്മൽ ആദിവാസി നഗറിലുള്ള 10ഓളം കുടുംബങ്ങൾ ഇപ്പോഴും ഒറ്റപ്പെട്ട അവസ്ഥയിലാണ് ഇവിടെയുള്ളത്. ഇന്നലെ ഇവിടെ പഞ്ചായത്ത് അധികൃതർ എത്തിയിരുന്നെങ്കിലും ഇന്ന് മാറ്റാനായി ആളുകൾ എത്തിയിട്ടില്ല എന്നാണ് നേരത്തെ നമ്മൾ ഈ പ്രദേശവാസികളുമായി സംസാരിച്ച സ്ഥലത്ത് നിന്ന് അറിഞ്ഞത്. ഇപ്പോൾ അവിടെ തന്നെയാണ് നമ്മളുള്ളത്. ഇവിടെ ഈ ഭാഗത്തേക്ക് വെള്ളം കയറി എത്തിക്കൊണ്ടിരിക്കുകയാണ്. നമുക്ക് ദൃശ്യങ്ങളിൽ കാണാം. പ്രധാന റോഡാണിത്. ഈ റോഡിലൊക്കെ വെള്ളം കയറി ഇതിലുള്ള വാഹന ഗതാഗതം അസാധ്യമായിരിക്കുന്നു. മാത്രമല്ല, നിരവധി കൃഷിയിടങ്ങൾ വെള്ളത്തിനടിയിലാണ്. രാവിലെ സുൽത്താൻ ബത്തേരി കലൂർ ദേശീയപാതയിൽ ദേശീയപാത 766-ൽ മരം കടപുഴകി വീണതിനെ തുടർന്ന് ഗതാഗതം തടസ്സപ്പെട്ടിരുന്നു. എന്നാൽ അല്പം മുൻപ് അഗ്നിശമന സേന സ്ഥലത്തെത്തി ഇപ്പോൾ ഗതാഗതം പുനഃസ്ഥാപിച്ചിട്ടുണ്ട്. മീനങ്ങാടിയിൽ രാവിലെ മണ്ണിടിച്ചിലുണ്ടായി ഗതാഗതം തടസ്സപ്പെടുന്ന ഒരു അവസ്ഥയുണ്ടായിരുന്നു. എന്നാൽ അതും ഇപ്പോൾ പുനഃസ്ഥാപിച്ചിട്ടുണ്ട്. പക്ഷേ ഈ കുറ്റ്യാടി വഴി വയനാട്ടിലേക്ക് വരുന്ന നിലവിൽ പുഴയിൽ റോഡിൽ വെള്ളം കരകവിഞ്ഞൊഴുകിയതിനെ തുടർന്ന് ഇപ്പോൾ വയനാട്ടിലേക്കുള്ള കുറ്റ്യാടി ചുരം വഴിയുള്ള വയനാട്ടിലേക്കുള്ള ഗതാഗതം ഇപ്പോൾ നിരോധിച്ചിട്ടുണ്ട്. ഏതായാലും വരും മണിക്കൂറുകളിൽ മഴ മാറി നിൽക്കുകയാണെങ്കിൽ ആശങ്കപ്പെടേണ്ട സാഹചര്യമില്ല. പക്ഷെ മഴ കനക്കുകയാണെങ്കിൽ കൂടുതൽ കുടുംബങ്ങൾ, അതായത് പുഴയോരങ്ങളിലും അതുപോലെ ഉള്ള പ്രദേശങ്ങളിൽ താമസിക്കുന്ന ആദിവാസി നഗർ അടക്കമുള്ള പ്രദേശങ്ങളിൽ നിന്ന് ആളുകളെ മാറ്റിപ്പാർപ്പിക്കേണ്ടതായി വരും. റോഷ്നി.